നമസ്കാരം. വിജ്ഞാനത്തിൻ്റെയും വിസ്മയത്തിൻ്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് ബേബി വിറ്റ ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ മത്സരങ്ങളിൽ പങ്കെടുത്ത 2 ലക്ഷം കുട്ടികളിൽ നിന്ന് അരിച്ചെടുത്ത 32 കുരുന്നുകളാണ് ഈ മത്സര പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ പുതിയ കുട്ടികളാണ്, 8 കുട്ടികൾ. റൈറ്റ്, സ്വാഗതം നമ്മുടെ ലിറ്റിൽ സ്കോളർ വേദിയിലേക്ക്. എല്ലാ പ്രേക്ഷകരും നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോളോ അതുൽ രാജ് KV GHSS മുണ്ടേരി കണ്ണൂർ, ജിഷ്ണുദേവ് GHSS മുണ്ടേരി കണ്ണൂർ, ഇലക്ട്ര അനുദേവ് HSS മേമുണ്ട വടകര കോഴിക്കോട്, ദീപക് SP BHSS രാമനാട്ടുകര കോഴിക്കോട്, ഏരിയൽ ഫഹീം METHS മേൽമുറി മലപ്പുറം, അബ്ദുൽ നയീം PTMHS കൊടിയത്തൂർ കോഴിക്കോട്, ലിയോ അനന്തകൃഷ്ണൻ ഹോളി ഗ്രേസ് അക്കാദമി മാള തൃശൂർ, യൂസഫ് സഭ RMHSS വളവോട് എറണാകുളം. അറിവ് എന്ന് പറയുന്നത് അത്രമാത്രം മഹത്തരമാണ്. അറിവെന്ന് പറയുന്നത് ആകാശവീഥിയോളം പരന്നു കിടക്കുന്ന മഹത്തരമായിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്താണ് അറിവെന്ന് പറയുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് മനോഹരമായൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം എന്നും രാത്രികളിൽ പുസ്തകം വായിക്കാൻ വേണ്ടി തൻ്റെ കുഞ്ഞ് ഹൗസ് ബോട്ടിൽ നദിയിൽ പോയിട്ടിരിക്കുമായിരുന്നു. നദിയിലൂടെ ഹൗസ് ബോട്ട് ഓടിച്ചു പോയി അങ്ങ് ദൂരെ വനാന്തരത്തിൽ നദിയിൽ പോയിട്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു പൗർണമി രാത്രിയിൽ, വൈശാഖ മാസത്തിലെ ഒരു പൗർണമി രാത്രിയിൽ നദിയിൽ പോയിട്ട് ഹൗസ് ബോട്ടിൽ മുറിയിലിരുന്നു കൊണ്ട് സങ്കീർണമായിട്ടൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ പുസ്തകം വായിക്കുന്ന സമയത്ത് അതിലെ ആശയങ്ങൾ, പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ വായിച്ച് രവീന്ദ്രനാഥ് ടാഗോർ തൻ്റെ മുമ്പിലുള്ള മെഴുകുതിരി ഊതിക്കെടുത്തി പുസ്തകം അടച്ചു വെച്ചു. ആ സമയത്ത് അദ്ദേഹം കണ്ടു, ഹൗസ് ബോട്ടിൻ്റെ ജനലിലൂടെ നിലാവ് പാല് പോലെ പതഞ്ഞൊഴുകി വരുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അതിമനോഹരമായിരുന്നു ആ ദൃശ്യം. അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് ഹൗസ് ബോട്ടിൻ്റെ പുറത്തേക്ക് പോയി. വളരെ ശാന്തമായിരുന്നു അന്തരീക്ഷം. വനത്തിൽ മുഴുവൻ നിലാവ് പരന്നു കിടക്കുന്നു, ഇലകളിൽ മുഴുവൻ നിലാവ് പരന്നു കിടക്കുന്നു. ശാന്തമായി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം അകത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഡയറിയിൽ ഇങ്ങനെ എഴുതി: ആ നിലാവ് എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അറിവാണെന്ന് കരുതിയ ആ മെഴുകുതിരി വെട്ടം എപ്പോൾ ഊതിക്കെടുത്തിയോ ആ നിമിഷം നിലാവ് എന്നിലേക്ക് പതിഞ്ഞൊഴുകി വന്നു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമ്മൾക്കെല്ലാം അറിയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നമ്മൾക്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അറിവുണ്ടെങ്കിലും അറിയാത്ത പോലെ നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരുപാട് അറിവുള്ള കുട്ടികളാണ്. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ അറിവ് ഇതുപോലെ കൂടുതലാക്കാൻ വേണ്ടി ശ്രമിക്കണം. നിലാവ് പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് അറിവുകൾ പതഞ്ഞ് ഒഴുകി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ആദ്യത്തെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് സമകാലമാണ്. സമകാലം. സമകാലം എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? സമകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്തുണ്ടാവുക. ഒരു ടീമിന് 2 ചോദ്യം വീതം ഉണ്ടാവും. ഒരു ഉത്തരം ശരിയാണെങ്കിൽ 10 മാർക്കാണ് ലഭിക്കുക. ഒന്നാമത്തെ ചോദ്യം അപ്പോളോയോടാണ് ചോദിക്കുന്നത്. ചോദ്യം കേട്ടോളൂ. ഇതാണ് ചോദ്യം. 16ാം ലോക്സഭയിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥി ശ്രീ നരേന്ദ്രമോദി. ഇന്ന് അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. ഒന്ന് വാരണാസിയാണ്. അടുത്ത മണ്ഡലം ഏതാണ്? 4 ഓപ്ഷനുണ്ട്. എ വിജയവാഡ, ബി അമേഠി, സി ന്യൂഡൽഹി, ഡി വഡോദര. ഡി വഡോദര. എല്ലാം ചേർന്ന് വന്നു. ഡി വഡോദര അല്ലേ? കറക്റ്റാണ് ആൻസർ. പെർഫെക്റ്റ്, കൺഗ്രാജുലേഷൻ. അടുത്ത ചോദ്യം ഇലക്ട്രയോടാണ്. ചോദിക്കട്ടെ. ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരനെ ഇതിനിടയിൽ പുറത്തു പോകാൻ അനുവദിക്കുന്നതാണ്. ഏതിനിടയിൽ എന്നുള്ളതാണ് ചോദ്യം. എ ജാമ്യം, ബി പരോൾ, സി ലീസ്, ഡി ട്രയൽ. ഓപ്ഷൻ ബി പരോൾ. പരോളാണ് കറക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അടുത്ത ചോദ്യം ഏരിയലിനോടാണ്. ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ രാജഭരണം അല്ലാത്ത രാജ്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. താഴെ പറയുന്നവയിൽ രാജഭരണം അല്ലാത്ത രാജ്യം ഏതാണ്? എ ജപ്പാൻ, ബി ബ്രിട്ടൻ, സി ഇറാൻ, ഡി ഡെൻമാർക്ക്. ഇറാൻ. Are you sure? Yes. Perfect answer. ഇറാന് പണ്ട് പെർഷ്യ എന്നറിയപ്പെടുന്നു അല്ലേ? പെർഷ്യ എന്നറിയപ്പെടുന്നു. ലോകത്തിൻ്റെ
ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഉള്ള ഒരു രാജ്യമായിരുന്നു പേർഷ്യ. പേർഷ്യയിൽ എനിക്കൊരു ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക്കിൻ്റെ ഉത്ഭവം പേർഷ്യയിൽ നിന്നാണ്. പേർഷ്യയിൽ മാജി എന്ന് പറയുന്ന ഒരു വർഗ്ഗക്കാരുണ്ടായിരുന്നു ഭാഷ ഉണ്ടാവുന്നതിന് മുമ്പ്. ആ മാജി എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബുദ്ധിമാൻ എന്നാണ്. ആ മാജി വർഗ്ഗക്കാർ മറ്റൊരു കൂട്ടരെ അത്ഭുതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ കാണിക്കുമായിരുന്നു. ഉദാഹരണത്തിന് കാറ്റടിച്ച് മേഘം ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് മറ്റൊരു കൂട്ടർ അത്ഭുതപ്പെടുത്താൻ വേണ്ടി ഇവരിങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കും. യഥാർത്ഥത്തിൽ അവർ ആക്ഷൻ കാണിച്ചിട്ടല്ല പോകുന്നത്. ഈ മാജി എന്ന് പറയുന്ന വർഗ്ഗക്കാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് മാജിക് എന്നുള്ള പദം വരുന്നത്. അതാണ് പേർഷ്യ, ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്നത്. പെർഫെക്റ്റ്. ഇനി അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ലിയോ, IAEA എന്താണ്? ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി. അതിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ഓപ്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. യുക്കിയ അമാനോ. എ എന്നുള്ള ഓപ്ഷൻ യുക്കിയ അമാനോ. ബി ജോസ് ഗ്രേഷ്യാനോ. സി ജാൻ എലിയാസൻ. ഡി പീറ്റർ ടോംക. സർ ഓപ്ഷൻ എ യുക്കിയോ അമാനോ. ഓപ്ഷൻ എ യുക്കിയോ അമാനോ. നിസ്സംശയമാണ് പറയുന്നത് അല്ലേ? നിങ്ങൾ എന്ത് നല്ല ഭാഗ്യമുള്ള കുട്ടികളാണ്. എല്ലാ കാര്യങ്ങളും അറിയാം. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അറിയാം. കൺഗ്രാജുലേഷൻസ്, പെർഫെക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം വീണ്ടും ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോളോയിലേക്ക് തിരിച്ചു വരുന്നത്. ചോദ്യം ഇതാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻ എ മൂന്നാർ. ഓപ്ഷൻ ബി മറയൂർ. ഓപ്ഷൻ സി കൃഷ്ണഗിരി. ഓപ്ഷൻ ഡി പൊന്മുടി. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. കൃഷ്ണഗിരി. കൃഷ്ണഗിരി. നിങ്ങളെന്ത് പറയുന്നു? അങ്ങനെയാണെങ്കിൽ ശരിയാണ്. പെർഫെക്റ്റ് ആൻസർ, വെരി ഗുഡ്. അടുത്ത ചോദ്യം ഇലക്ട്രയിലേക്കാണ് ഞാൻ വരുന്നത്. ചോദ്യം ഇതാണ്. 2013 സെപ്റ്റംബറിൽ പാകിസ്ഥാന്റെ 12ാമത് പ്രസിഡന്റായി സ്ഥാനമേറ്റത് ആരാണ്? ഓപ്ഷൻ എ പർവേസ് ഖയാനി. ഓപ്ഷൻ ബി മംനൂൽ ഹുസൈൻ. ഓപ്ഷൻ സി നവാസ് ഷെരീഫ്. ഓപ്ഷൻ ഡി ആസിഫ് അലി സർദായി. ബി മംനൂൻ ഹുസൈൻ. ബി മംനൂൽ ഹുസൈൻ. സംശയം ഇല്ല. ഇല്ല. സംശയമില്ലാത്ത കൃത്യമായിട്ട് ബോധ്യമുള്ള ഓരോ കാര്യങ്ങളും ശരിയായിരിക്കും. അപ്പോൾ ഇതും ശരിയാണ്. അദ്ദേഹം ആഗ്രയിലാണ് ജനിച്ചത്, അറിയാമല്ലോ അല്ലേ? അറിയാം. ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഏരിയലിനോടാണ് അടുത്ത ചോദ്യം. സമാധാനത്തിൻ്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഏതാണ്? സമാധാനത്തിൻ്റെ വൃക്ഷം ഏതാണ്? എ വില്ലോമരം. ബി അത്തിമരം. സി ആൽമരം. ഡി ഒലിവുമരം. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. സമാധാനത്തിൻ്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ് എ വില്ലോമരം. ബി അത്തിമരം. സി ആൽമരം. ഡി ഒലിവുമരം. ഒലിവുമരം. ഒലിവുമരം ആണോ? ആണ്. ഇങ്ങനെയാണെങ്കിൽ ആണോ? ഒലിവുമരം തന്നെയാണ്. നമ്മൾ സാധാരണ മാവ് എന്ന് പറയും അല്ലേ? മാവിലുണ്ടാവുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? സാധാരണ മാങ്ങ എന്ന് പറയും. പ്ലാവിലുണ്ടാവുന്നതിന് പറയും നമ്മൾ ചക്ക എന്ന് പറയും. ഒലിവിലുണ്ടാവുന്നതിന് എന്ത് നമ്മൾ പറയും? ഒലിവ്. ഒലിവിലുണ്ടാവുന്ന, ഒലിവ് മരത്തിലുണ്ടാവുന്ന ഒലിവ് തന്നെയാണ്, അലുവയല്ല, ഒലിവ് തന്നെയാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം വീണ്ടും ലിയോയിലേക്ക് ഞാൻ വരുന്നു. ചോദ്യം ഇതാണ്. 2012 കണക്കനുസരിച്ച് ഇന്ത്യയിൽ ആത്മഹത്യാ നിരക്കിൽ 1-ാം സ്ഥാനമുള്ള ജില്ല ഇന്ത്യയിലാണ്. 2012 കണക്കനുസരിച്ച് ഇന്ത്യയിൽ ആത്മഹത്യാ നിരക്കിൽ 1-ാം സ്ഥാനമുള്ള ജില്ല നിർഭാഗ്യവശാൽ അത് കേരളത്തിലാണ്. എ ഓപ്ഷൻ എ കോഴിക്കോട്. ഓപ്ഷൻ ബി തിരുവനന്തപുരം. ഓപ്ഷൻ സി കൊല്ലം. ഓപ്ഷൻ ഡി മലപ്പുറം. 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 മോൻ എവിടെയാണ്? മോൻ്റെ സ്ഥലം? എറണാകുളം. എറണാകുളം. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് മലപ്പുറം എന്ന് പറഞ്ഞത് അല്ലേ? മലപ്പുറം അല്ല മോനെ, ആക്ച്വലി കൊല്ലമാണ്. കുടുംബത്തോടു കൂടി ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് തിരുവനന്തപുരത്താണ്. പക്ഷേ
ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലാണ്. മലപ്പുറം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആത്മഹത്യ കുറവുള്ള ജില്ലയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്ത് ഫുട്ബോൾ വല്ലാത്തൊരു ക്രേസാണ്. അതുകൊണ്ട് തോൽക്കാൻ പഠിക്കുന്നു. അതാണല്ലോ പ്രശ്നം അല്ലേ? പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ തോൽക്കാൻ പഠിക്കുന്നു. ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഒരു ടീം തോൽക്കും. അപ്പോൾ തോൽക്കാൻ പഠിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും മലപ്പുറം ജില്ലക്കാരെ ഏൽക്കാറില്ല എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. ആത്മഹത്യ എന്തുകൊണ്ട് കുറയുന്നു എന്ന് അന്വേഷിച്ച സമയത്ത്. എന്തായാലും കൊല്ലത്ത് എന്തുകൊണ്ട് ആത്മഹത്യ കൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മദ്യപാനമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം മദ്യമാണ്. അപ്പോൾ നമുക്ക് മദ്യത്തിനെതിരെ അവബോധമുണ്ടാക്കുന്ന ഒരു മാജിക് കാണിക്കാം. പക്ഷേ ആ മാജിക് കാണിക്കുന്നത് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സോ എ ലിറ്റിൽ ബ്രേക്ക് ഇൻ ലിറ്റിൽ സ്കോളർ. Once again, welcome back, Baby with a Little Scholar in support with മലർവാടി. നമ്മൾ കഴിഞ്ഞ സെഗ്മെൻറ്റിൻ്റെ മാർക്ക് നമുക്ക് പറയാം. അപ്പോളോ യു ഗോട്ട് 20 മാർക്സ്. ഇലക്ട്രിക്ക് കിട്ടിയിട്ടുള്ളതും 20 മാർക്ക്. ഏരിയൽ യുവർ മാർക്സ് 20 മാർക്സ്. ലിയോ നിങ്ങൾക്ക് മാത്രം 10 മാർക്ക്. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം തെറ്റിപ്പോയി അല്ലേ? 8 ചോദ്യങ്ങൾ ചോദിച്ചു, നിർഭാഗ്യവശാൽ ഒന്നിൻ്റെ ഉത്തരം മാത്രം തെറ്റിപ്പോയി. നമ്മൾ ചോദ്യം അവസാനിപ്പിച്ചത് കേരളത്തിൽ ആത്മഹത്യ പെരുകുന്നതിനെ കുറിച്ചാണ് അല്ലേ? കേരളത്തിൽ ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളം ഒരു കാലത്ത് നമ്മൾ കേരളത്തിൻ്റെ മണ്ണിൽ ചവിട്ട് നിന്നുകൊണ്ട് അഭിമാനത്തോടു കൂടി നമ്മൾ പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്കി, അന്യരാഷ്ട്രങ്ങളിലേക്ക് നോക്കി നമ്മൾ പറഞ്ഞു, ഞങ്ങളുടെ കേരളം നോക്കൂ, സംസ്കാര സമ്പന്നമാണ്, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മുൻപന്തിയിലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ മുൻപന്തിയിലാണ്. എന്തിൻ്റെ കാര്യത്തിൽ? മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ്. ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എനിക്കിത് നിങ്ങളോട് പറയാൻ യോഗ്യതയുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല. ഒരു സിഗരറ്റ് പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു സുഖക്കുറവുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എനിക്ക് സന്തോഷമുള്ള ജീവിതമാണ്. അപ്പോൾ സുഖത്തിന് വേണ്ടിയാണ് മദ്യം കഴിക്കുന്നതെന്നുള്ള വാദം തെറ്റാണ് അല്ലേ? പിന്നെന്തിനാണ് മദ്യം കഴിക്കുന്നത്? ഒരു രസത്തിന് വേണ്ടി. സിനിമയിൽ കാണുന്ന ദൃശ്യങ്ങൾ കണ്ട്, ടെലിവിഷനിൽ കാണുന്ന ദൃശ്യങ്ങൾ കണ്ട് ടെൻഷൻ അകറ്റുവാനുള്ള വഴി മദ്യമാണെന്ന് തെറ്റിദ്ധരിച്ച് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത്തിരി മദ്യം അവിടെയാണ് തുടക്കുന്നത്. ഇത്തിരി മദ്യം, ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ ഇത്തിരി മദ്യം, അത് വാതിലടച്ച് ആരും കാണാതെ പരമരഹസ്യമായി ഇത്തിരി മദ്യം. ഇനി കഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇത്തിരി മദ്യം. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും സ്വഭാവം മാറും. കാരണം മദ്യം നേരിട്ട് അലിയുന്നത് രക്തത്തിലേക്കാണ്. മദ്യം ദഹിക്കില്ല, അറിയാമോ നിങ്ങൾക്ക്? മദ്യം രക്തത്തിലേക്ക് അലിയും, തലച്ചോറിനെ ബാധിക്കും. തലച്ചോറ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും മദ്യം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തിരി കൂടി മദ്യം, ഗ്ലാസിൻ്റെ അളവ് കൂട്ടും. ചെറിയ ഗ്ലാസ്സിന് പകരം കുറേ കൂടി വലിയ ഗ്ലാസ് കയ്യിലെടുക്കും. അങ്ങനെ ആരോരും അറിയാതെ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ നിന്നും ഇത്തിരി മദ്യം കൂടി അകത്താവുന്നു. അപ്പോഴേക്കും ചെറിയ ഗ്ലാസ്സിന് പകരം വലിയ ഗ്ലാസ്. കണ്ടോ? മദ്യത്തിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നു. ഇതാണ് സ്വഭാവം. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു മദ്യപാനി ജനിക്കുകയാണ്. അയാൾക്ക് മദ്യം വേണമെന്ന് നിർബന്ധമായി തീരുന്നു. അയാൾ മദ്യം തേടി അലയുന്നു. അപ്പോഴേക്കും മദ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു, കഴിക്കുന്ന ഒക്കേഷനുകൾ കൂട്ടുന്നു, കൂട്ടുകാരെ എല്ലാം ക്ഷണിച്ചു വരുത്തി വീണ്ടും വീണ്ടും മദ്യം കഴിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. അയാൾ ഗ്ലാസിൻ്റെ അളവ് വീണ്ടും കൂട്ടും. ചെറിയ ഗ്ലാസ്സിന് പകരം കുറേ കൂടി വലിയ ഗ്ലാസ്സിലേക്ക് മദ്യം നിറഞ്ഞു കവിയുന്നു. അങ്ങനെ ചെറിയ ഗ്ലാസ്സിന് പകരം വലിയ ഗ്ലാസ് മദ്യം വീണ്ടും നിറയുകയാണ്. കണ്ടോ? ഗ്ലാസിൻ്റെ വലിപ്പം കൂടി വരികയാണ്. കഴിക്കുന്ന ഒക്കേഷനുകൾ കൂടി വരികയാണ്. അപ്പോൾ സ്വഭാവം മാറി, മദ്യപാനി ഉണ്ടായി. അയാളുടെ ലക്ഷ്യം പിന്നെ എന്താണ്? തെരുവിലൂടെ അലഞ്ഞു നടക്കും, പൈസ കടം ചോദിക്കും, കിട്ടിയില്ലെങ്കിൽ ഇരന്നു വാങ്ങും അല്ലേ? ബാറിൽ കയറി മദ്യം കഴിക്കും, അതേ സ്വഭാവത്തിലേക്ക് മാറും. അപ്പോഴേക്കും ഒരു മദ്യപൻ 100% മദ്യപനായി കഴിഞ്ഞു. ഗ്ലാസിൻ്റെ അളവ് വീണ്ടും കൂടുന്നു, മദ്യം കഴിക്കുന്ന ഒക്കേഷനുകൾ കൂടുന്നു. അങ്ങനെ ചെറിയ ഗ്ലാസ്സിന് പകരം കുറേ കൂടി വലിയ ഗ്ലാസ്സിലേക്ക് മദ്യം നിറഞ്ഞു കവിയുന്നു. മദ്യം വീണ്ടും ഗ്ലാസ്സിനെ നിറയ്ക്കുന്നു. അയാൾ മദ്യപൻ ജനിക്കുകയാണ്. പിന്നീട് മദ്യം ഗ്ലാസ്സിൽ പോരാ എന്നൊരു തോന്നൽ. അപ്പോഴേക്കും സ്വഭാവം മാറും, കുപ്പികളിലേക്ക് അഭയം തേടും. ഒരു കുപ്പി, പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ കുപ്പി, പിന്നെ കുപ്പികളാണ്. കുപ്പികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പികൾ തേടിക്കൊണ്ടുള്ളൊരു യാത്ര. ഇതുപോലെ 1, 2, 3, 4, 5, 6. അപ്പോൾ അതാണ് മദ്യത്തിൻ്റെ സ്വഭാവം. മദ്യം ഒരാളെ വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്തുന്നു. ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിലാണ് മദ്യം ആക്രമിക്കുന്നത്. അതിൻ്റെ സാക്ഷികളായി നമുക്കൊരു